നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ വൈകുന്നേരമായപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. നമ്മൾ സ്കൂൾ തുറക്കാനായല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഴയൊക്കെ ഒന്ന് മാറിയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ കോട്ടക്കലാണ് പോയിട്ടുണ്ടായിരുന്നത്. കോട്ടക്കൽ നിന്ന് ആദ്യം തന്നെ നമുക്കൊരു ബാഗ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിന് നമ്മുടെ ആട്ടീരിയുള്ളൊരു ചെറിയൊരു ഷോപ്പാണ്. ഇവരെന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് വിൽക്കുന്നതാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ബാഗായിരിക്കും. ഞാൻ പൊതുവേ ഇവിടെ നിന്നാണ് സാധാരണ ബാഗൊക്കെ വാങ്ങിക്കാറുള്ളത്. നല്ല ബാഗായിരിക്കും കേട്ടോ, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഈ ഒരു ബാഗ് ഇഷ്ടമായി. അതുപോലെ തന്നെ മറ്റൊരു ബാഗും ഈ ഒരു ബാഗും കൂടി ഇഷ്ടമായി. അപ്പോൾ ഇതിലേതാ എടുക്കേണ്ടത് വിചാരിച്ച് ഞാൻ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നൊക്കെ നമ്മൾ തപ്പിയതിന് ശേഷം അവസാനം ഈ ഒരു ബാഗ് തന്നെ ഫൈനലൈസ് ചെയ്തു. എന്നാലും ഒന്നുകൂടെ ഒന്ന് നല്ലത് കിട്ടുമെന്നറിയാൻ വെറുതെ ഒന്നുകൂടെ തപ്പി നോക്കി. ഒരുപാട് ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ, വലിയ റേറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് വാട്ടർ ബോട്ടിലായിരുന്നു. അപ്പോൾ ഈ 2 ഡിസൈൻ വാട്ടർ ബോട്ടിൽ കണ്ടു. അവസാനം ഈ കുപ്പി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 കളറ് ഉണ്ട്, അതിൽ ഞാൻ ആ ഗ്രീനാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ഇവിടെ നമ്മൾ ബാഗൊക്കെ വാങ്ങിച്ചു. ഈ ഷോപ്പ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് റീഗൽ ബാഗ് ഹൗസാണ്, കോട്ടക്കൽ ആട്ടീരി ആ മദ്രസിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ആർക്കെങ്കിലും ബാഗ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങിക്കാൻ നല്ല ബാഗാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കോട്ടക്കൽ ആദർശിലാണ് ബുക്ക് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അനിയത്തിക്കൊക്കെ ബുക്ക് വാങ്ങിക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്ക് സ്കൂളിലേക്ക് കുറച്ചൊരു വലിയൊരു ബുക്കായിരുന്നു വേണ്ടത്, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പാണ്. അപ്പോൾ ഇവിടെ അതിനനുസരിച്ചിട്ടുള്ള വിലയുള്ളൂ. കുറച്ച് നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിലും വില കുറവായിരിക്കും ഇവിടെ. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് വാങ്ങാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. പിന്നെ ഒരു A4 ബണ്ടിൽ വാങ്ങിച്ച്, പിന്നെ മാർക്കറും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. റെഡിങ്ങിൻ്റെ ഒരു ബോക്സ് വാങ്ങി. പിന്നെ ഈ പേന എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. ഒരു പേനക്ക് 10 രൂപയാണ്. അപ്പോൾ ഓരോന്നായി കിട്ടില്ല, നമ്മൾ ഒന്നിച്ച് വാങ്ങണം. പിന്നെ പൊതി വാങ്ങിക്കാൻ ആകെ ഈ ഒരു 3 ഓപ്ഷനേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പൊതിയും പിന്നെ വേറെ 2 കളറും. അതിൽ നമ്മൾ ഇതാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്കൂളിലേക്ക് ആവശ്യത്തിനുള്ള ഡബിൾ ടാപ്പ്, പിന്നെ പെൻസില് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പെൻസിലൊക്കെ ഇങ്ങനെ ബോക്സ് ആയിട്ട് കിട്ടുള്ളൂ, ഓരോന്നായിട്ട് കിട്ടില്ല. പിന്നെ ബില്ലടിക്കാൻ നേരത്താണ് ഞാൻ ഈ ഒരു ഫാബ്രിക് കണ്ടീഷണർ കണ്ടത്. ഇതിങ്ങനെ ഒരു കോംബോ ഓഫറായിരുന്നു, നല്ല സ്മെല്ലും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഇതോടെ ഒന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബില്ലടിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കിന് സമയം കുറച്ച് ഇരുട്ടായിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് വിശന്നപ്പോൾ നമ്മളിവിടെ കുയിപ്പുറം കുട്ടീസിലൊന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബൺ ഷവർമയായിരുന്നു. ഇവിടുത്തെ ബൺ ഷവർമ നല്ല ടേസ്റ്റാണ്. 30 രൂപയ്ക്ക് നല്ല വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നല്ല ചൂടുള്ള ബൺ ഷവർമയൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പുറപ്പെട്ടത്. പിന്നെ പോരുന്ന വഴിക്ക് നമ്മൾ ഒരു മിഠായിയൊക്കെ വാങ്ങിച്ച് അങ്ങനെ കുറച്ച് വഴിയിലെത്തിയപ്പോൾ മഴ ശക്തി കൂടി. അപ്പോൾ അവിടുന്ന് റെയിൻകോട്ടൊക്കെ ഇട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി.